ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആമസോണിൻ്റെ ഫ്രീ VPS നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആമസോണിൻ്റെ വെബ് സർവീസസിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ആമസോൺ AWS എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവിടെ വന്നിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഫ്രീ പ്ലാനിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് $200 ക്രെഡിറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പെയ്ഡ് പ്ലാനിലോട്ട് മാറുന്നത് വരെയും നമുക്ക് ഈ ഒരു ഫ്രീ പ്ലാൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു VPS സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് VPS ഈ ക്ലെയിം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്രിയേറ്റ് എ ഫ്രീ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ റൂട്ട് യൂസർ ഇമെയിൽ അഡ്രസ്സും അതേപോലെ അക്കൗണ്ട് നെയിമും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി അക്കൗണ്ട് ഓൾറെഡി നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒരു 2-3 സ്റ്റെപ്സ് വരുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു സ്റ്റെപ്പിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ നേരിട്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഡെബിറ്റ് കാർഡ് ഇതിനകത്തോട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ കാർഡ് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഫ്രീ ക്ലെയിം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യൂസേജ് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാർഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൈൻ ഇൻ യൂസിങ് റൂട്ട് ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. അതേപോലെ ഒരു ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ പാസ്വേഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്ന ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഞാനിവിടെ ഓൾറെഡി ഫ്രീ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ കുറച്ച് സെർവർ കാണാൻ പറ്റും. ഇനി നമ്മുടെ ഏതാണോ നമ്മുടെ ലൊക്കേഷൻ അതനുസരിച്ചിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ആയതുകൊണ്ട് ഞാനിവിടെ മുംബൈയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രോക്കറുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ലൊക്കേഷനും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സെർച്ചിൽ വന്നതിന് ശേഷം EC2 എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്ന EC2 ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലോഞ്ച് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെർവറിനൊരു നെയിം ഇവിടെ കൊടുക്കാം. ഞാനിവിടെ മൈ സെർവർ എന്ന് കൊടുക്കുകയാണ്. അതേപോലെ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് വിൻഡോസിൽ ഏറ്റവും ബില്ലിംഗ് കുറഞ്ഞിരിക്കുന്ന ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് വിൻഡോസ് 2019 സെർവർ മതിയാവും. ഇത് മതിയാവും. നമുക്ക് ഈ ഒരു സെർവർ സെലക്ട് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ 2019 ബേസ് എന്ന് പറയുന്ന ഒരു സെർവർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ നമുക്കിവിടെ ആ ഒരു സിസ്റ്റം സ്പെക്കും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്രോയും അല്ലെങ്കിൽ നാനോ ഇത് രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും കുറഞ്ഞ ബില്ല് വരുന്ന ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കൂടുതൽ സ്പെക്ക് ഉള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഡ്രെയിനായി പോകുന്നതായിരിക്കും. യൂസേജ് പെട്ടെന്ന് കൂടുന്നതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയത് തന്നെ മതിയാവും. T2 നാനോ തന്നെ എടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ T2 മൈക്രോ. ഓക്കെ, നാനോ ആകുമ്പോൾ അതിനനുസരിച്ച് പെർഫോമൻസ് കുറവായിരിക്കും. ഇവിടെ മെമ്മറിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഈ നാനോയിൽ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ശേഷം താഴോട്ട് വന്നതിന് ശേഷം നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് എ ന്യൂ പെയർ കൊടുക്കാം. ഇവിടെ നമുക്ക് RSA ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, സെർവർ കീ എന്ന് പറയുന്ന സെലക്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് പെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഫയൽ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെർവർ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെർവർ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവറിനെ ഒന്ന് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് അതിനുശേഷം ഇവിടെ വ്യൂ ഓൾ ഇൻസ്റ്റൻസസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇൻസ്റ്റൻസസ് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി എൻ്റെ കയ്യിലൊരു സെർവർ റണ്ണിങ് ആണ്. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതാണ്. അത് നമുക്ക് ഇനീഷ്യലൈസിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ബാക്കി പ്രോസസ്സ് ചെയ്യാം.
ഓക്കെ, ഏകദേശം നമ്മളൊരു 2 to 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻസ് ഐഡിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലായിരിക്കും വരുന്നത്. അവിടെ നമുക്ക് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ഈ അടുത്ത വിൻഡോയിൽ ഈ RDP ക്ലയൻറ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു പാസ്വേഡ് DNS എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒരു നോട്ട് പാഡിലോട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ VPCൻ്റെ അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലോട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ സെർവറിൻ്റെ ID പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാസ്വേഡും കൂടെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ ഗെറ്റ് പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡീക്രിപ്റ്റ് പാസ്വേഡ് കൊടുക്കാം. ഇവിടെ കാണുന്നുണ്ട് വെയിറ്റ് അറ്റ്ലീസ്റ്റ് 4 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യാനുള്ള ടൈമാണ്, നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ആ സമയം വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷനിൽ പോയി അവിടെ നമുക്ക് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡീക്രിപ്റ്റ് പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ പാസ്വേഡ് കാണാൻ പറ്റും. ഈ ഒരു പാസ്വേഡിലാണ് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൂടെ നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഒരു നോട്ട് പാഡിലോട്ട് സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെർവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവറിലോട്ട് ലോഗിൻ ചെയ്ത് ആക്സസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് എടുക്കുന്നു, റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വിൻഡോ വരുന്നതായിരിക്കും. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് കാണുന്ന അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോപ്പി ചെയ്യുന്നു, ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ അലോ മീ ടു സേവ് ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. ആ ഒരു നമ്മുടെ പാസ്വേഡും കൂടെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ശേഷം ഓക്കെ കൊടുത്താൽ മതി. ഇവിടെ നമുക്കൊരു പോപ്പപ്പ് വരുന്നുണ്ട്, ആ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ സെർവർ പ്രിപ്പയർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൊക്കേഷനും അതേപോലെ നമ്മുടെ ബ്രോക്കറിൻ്റെ ലൊക്കേഷനും ഏതാണോ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സെർവറിനകത്തായിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പിങ്ങും അതേപോലെ എക്സിക്യൂഷനിലെ ഡിലേ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രേഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ട്രേഡ് പ്ലേസ് ചെയ്യാനായിട്ട് ഡിലേ സംഭവിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സെർവർ തന്നെ ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ സെർവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ MT5 കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു അൽഗോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു അൽഗോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിലുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ.